जब तक मोदी है मुझे तो नहीं लगता तब तक मिलेगा। मैं तो चाहती हूँ मोदी को भी गोली मार दो सही में। जब तक मोदी है मुझे तो नहीं लगता तब तक मिलेगा। मैं तो चाहती हूँ मोदी को भी गोली मार दो सही में. ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ ഷെയർ ചെയ്ത ഒരു വീഡിയോ ആണത്. ഈ വീഡിയോ ദൃശ്യത്തിനൊപ്പം അദ്ദേഹം കുറച്ച് കാര്യങ്ങളും വിശദമായി എഴുതുന്നുണ്ട്. ഈ വീഡിയോ ദൃശ്യത്തിൽ പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരസ്യമായി വെടിവെച്ചു കൊല്ലും എന്നാണ്. കണ്ടില്ലേ? ഇവരാണ് ഏഷ്യാനെറ്റ് പറയുന്ന നീറ്റ് പരീക്ഷ സുതാര്യമാക്കാൻ സമരം ചെയ്യുന്ന സമാധാനവാദികളായ വിദ്യാർത്ഥികൾ എന്ന് ഭാസ്കരൻ നായർ അജയൻ കുറിക്കുന്നു. അദ്ദേഹം തുടർന്ന് പറയുന്നത് വിസ്മയ മോഹൻലാൽ പറയുന്ന പഞ്ചപാവം വിദ്യാർത്ഥികൾ ഇവരാണ് രഞ്ജിനി ഹരിദാസ് പറയുന്ന ഭാവിയിലെ വാഗ്ദാനങ്ങൾ. ഇവർക്ക് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ശ്രീ രാഹുൽ ഗാന്ധിയും കൂട്ടരും പ്രധാനമന്ത്രിയുടെ വീട് ഉപരോധിച്ചത്. ഇവരുടെ മനസ്സിലെ ആഗ്രഹം പുറത്തു വന്നു. ജനാധിപത്യ രീതിയിൽ ഭരണമാറ്റം നടത്താൻ കഴിയാതെ രാജ്യത്തെ PM-നെ കൊന്നിട്ട് ഭരണത്തിലേറുക. പ്രിയരെ, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരസ്യമായി വെടിവെച്ച് കൊല്ലുമെന്ന് ഒരു സ്ത്രീ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് വിളിച്ചു പറയുന്നത് വെറും വാക്കല്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരായ നേരിട്ടുള്ള വധഭീഷണിയാണ്. റിപ്പോർട്ടർ തന്നെ ചോദിക്കുന്നു, നിങ്ങൾ പറയുന്നതിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ടോ? ഇതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ആവർത്തിച്ച് ചോദിച്ചിട്ടും യാതൊരു ഭയവുമില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാം, ഞാൻ തന്നെ കൊല്ലുമെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. ഇതിന്റെ ധൈര്യം എവിടെ നിന്ന് വരുന്നു? ഇവർ ഒറ്റയ്ക്കല്ല. ഇത് ചുമ്മാ ഒരു തെരുവിൽ നിന്നുള്ള വികാര പ്രകടനമല്ല. ഇതിനു പിന്നിൽ ആരുണ്ട് എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. NIA ഉടൻ കേസ് ഏറ്റെടുക്കണം. ഈ സ്ത്രീ ആരാണ്? ഇവരുടെ പശ്ചാത്തലം എന്ത്? ഇവർ ഏതൊക്കെ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെടുന്നു? CJP മാത്രമാണോ? അതിനു പുറത്ത് ഏതൊക്കെ തീവ്ര സംഘടനകളുമായി ബന്ധമുണ്ട്? ഇത് ആരുടെയോ പ്രേരണയാണോ? ഏതെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമാണോ? ഇവർക്ക് ഇതിന് പരിശീലനമോ നിർദ്ദേശമോ കിട്ടിയിട്ടുണ്ടോ? ഒരു വിശ്വസനീയമായ ഭീഷണിയുടെ എല്ലാ ലക്ഷണങ്ങളും ഈ വീഡിയോയിലുണ്ട്. ഇതിനെ നിസ്സാരമായി കാണരുത്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ സുരക്ഷ അത് രാജ്യത്തിന്റെ സുരക്ഷയാണ്. ഇത്തരം പരസ്യ ഭീഷണി മുഴക്കുന്നവരെ നിയമത്തിന്റെ പരമാവധി ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്തിയില്ല എങ്കിൽ ഇത് നാളെ മറ്റുള്ളവർക്ക് പ്രചോദനമാകും. ഈ ദേശദ്രോഹി തീവ്രവാദി ഉടൻ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. വിദ്യാർത്ഥി സമൂഹത്തിനു വേണ്ടി നിരത്തിലിറങ്ങുന്നവർ ഒരു രാജ്യത്തെ ഇല്ലാതാക്കാൻ, രാജ്യത്തിന് ദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ രാജ്യസ്നേഹികളായവർ മിണ്ടാതിരിക്കാൻ പാടുണ്ടോ? ആ രാജ്യസ്നേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മേളിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.